എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും സോഫ്റ്റുമായ ഒരു നാടൻ പലഹാരമാണ് തയ്യാറാക്കുന്നത്. റവ കൊഴുക്കട്ടയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. റവ കൊഴുക്കട്ട തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കൊഴുക്കട്ടയ്ക്കുള്ള ഫില്ലിംഗ് ആണ് ആദ്യം തയ്യാറാക്കുന്നത്. പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ക്യാരറ്റ് നെയ്യിൽ കിടന്നൊന്ന് വഴന്ന് വരണം. ക്യാരറ്റ് ഒന്ന് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ശർക്കര പാനി ചേർത്ത് കൊടുത്തതിന് ശേഷം ക്യാരറ്റുമായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ചേർത്ത് കൊടുത്തിട്ടുള്ള ശർക്കര പാനി നന്നായി തിളച്ച് വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് തേങ്ങാ ചിരകിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തേങ്ങാ ചിരകിയത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കണം. ചേർത്ത് കൊടുത്തിട്ടുള്ള ശർക്കര പാനിയൊക്കെ വറ്റി ഡ്രൈ ആയി വരുന്നതാണ് ഫില്ലിങ്ങിനുള്ള പാകം. ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. ഇത് ആറുന്നതിന് വേണ്ടി മാറ്റിവെക്കാം. കൊഴുക്കട്ടയ്ക്കുള്ള മാവ് തയ്യാറാക്കാം. അതിനായി പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കൊഴുക്കട്ടയ്ക്ക് ആവശ്യമായ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി വെള്ളം വെട്ടി തിളച്ചതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വറുക്കാത്ത റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. റവ ചേർത്ത് കൊടുത്തതിന് ശേഷം കട്ടകളില്ലാതെ നന്നായി ഇളക്കി യോജിപ്പിക്കണം. റവയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ വറ്റി പാനിൽ നിന്നും വിട്ട് കിട്ടുന്നതാണ് ഈ ഒരു മാവിൻ്റെ ഒരു പാകം. കൊഴുക്കട്ടയ്ക്കുള്ള മാവ് തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ ചൂടാറുന്നതിന് വേണ്ടി മാറ്റിവെക്കാം. തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്നും കുറേശ്ശെ മാവെടുത്ത് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. നല്ലതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം ഉരുളയുടെ നടുഭാഗം ഇതുപോലെയൊന്ന് പരത്തി കുഴിയാക്കി എടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ മാവിൻ്റെ കനം ഒരുപോലെ കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കണം. മാവിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഫില്ലിങ് ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷം മാവ് എല്ലാ വശവും ഇതുപോലെയൊന്ന് വലിച്ച് ഒട്ടിക്കണം. എന്നിട്ട് ഈ മാവ് വീണ്ടും ഉരുട്ടിയെടുക്കണം. ഒരു കൊഴുക്കട്ട തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റുള്ളവയും വേവിച്ചെടുക്കാം. കൊഴുക്കട്ട ആവിയിൽ വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇഡലി പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിക്കാനായി മാറ്റിവെക്കാം. ഇഡലി പാത്രത്തിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള കൊഴുക്കട്ട വെച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് വരെ ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായ റവ കൊണ്ടുള്ള കൊഴുക്കട്ട തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.